3,25,00,000 കോടി രൂപ ഇന്ത്യ ഫ്രാൻസുമായി നെഗോഷിയേറ്റ് ചെയ്യുന്ന ഏറ്റവും പുതിയ റഫാൽ ഡീലിൻ്റെ ആകെ ചെലവാണത്. അതായത് 3 നൂതന അമേരിക്കൻ നിർമ്മിത ഫോർഡ് ക്ലാസ് വിമാനവാഹിനി കപ്പലുകൾ വാങ്ങാൻ ചെലവാകുന്ന അത്രയും വലിയ തുക. ഈ കരാറിലൂടെ 114 റഫാൽ യുദ്ധവിമാനങ്ങളാണ് ഇന്ത്യ വാങ്ങാൻ ശ്രമിക്കുന്നത്. പക്ഷേ ഇത്ര ഭീമമായ തുക ഇന്ത്യ മുടക്കാൻ തയ്യാറാകുമ്പോഴും ഇന്ത്യ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങളായ സാങ്കേതിക വിദ്യയുടെ കൈമാറ്റം, ഇന്ത്യൻ നിർമ്മിത ആയുധങ്ങളുടെ യോജിപ്പിക്കൽ എന്നിവ ഫ്രാൻസ് സമ്മതിക്കുന്നുമില്ല. അതിനാൽ തന്നെ ഈ കരാർ ഇപ്പോൾ ഒരു പ്രതിസന്ധിയിലാണ്. ഈ അവസരത്തിലാണ് ഇന്ത്യ നഷ്ടപ്പെടുത്തിയ മറ്റൊരു യൂറോപ്യൻ യുദ്ധവിമാനത്തിൻ്റെ മികച്ച ഓഫർ ശ്രദ്ധേയമാകുന്നത്. ആ യുദ്ധവിമാനമാണ് യൂറോഫൈറ്റർ ടൈഫൂൺ. യൂറോഫൈറ്റർ ടൈഫൂൺ റഫാലിനേക്കാൾ മികച്ചതാണോ? എന്തൊക്കെ വാഗ്ദാനങ്ങളാണ് ടൈഫൂണിൻ്റെ നിർമ്മാതാക്കളായ യൂറോ കൺസോർഷ്യം ഇന്ത്യക്ക് നൽകിയത്? എന്തുകൊണ്ടാണ് ഇന്ത്യ ടൈഫൂണിനെ ഒഴിവാക്കി റഫാൽ തന്നെ തിരഞ്ഞെടുത്തത്? നമുക്ക് വിശദമായി നോക്കാം. സോവിയറ്റ് യൂണിയന്റെ സുഖോയ് Su-27, MiG-29 എന്നീ അത്യാധുനിക യുദ്ധവിമാനങ്ങളുടെ വരവോടെ 1970കളുടെ അവസാനത്തിലും 1980കളുടെ തുടക്കത്തിലും യൂറോപ്യൻ വ്യോമസേനകൾ വളരെ ഗുരുതരമായ ഒരു സുരക്ഷാ ഭീഷണിയാണ് നേരിട്ടത്. അന്നുവരെ പടിഞ്ഞാറൻ യൂറോപ്പ് ഉപയോഗിച്ചിരുന്ന പ്രതിരോധ യുദ്ധവിമാനങ്ങളെ നിഷ്പ്രഭമാക്കാൻ പോന്നതായിരുന്നു സോവിയറ്റ് യൂണിയന്റെ ഈ അത്യാധുനിക യുദ്ധവിമാനങ്ങൾ. 1979ഓടെ സൈനിക യുദ്ധവിമാന നിർമ്മാണ രംഗത്തെ യൂറോപ്യൻ ശക്തികളായ ബ്രിട്ടൻ, പശ്ചിമ ജർമ്മനി, ഫ്രാൻസ് എന്നീ രാജ്യങ്ങൾ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കി. സോവിയറ്റ് യൂണിയനെതിരെയുള്ള പോരാട്ടത്തിൽ സ്വന്തമായി ഒരു പുതിയ തലമുറ യുദ്ധവിമാനം ഒറ്റയ്ക്ക് നിർമ്മിക്കാൻ തങ്ങളുടെ ഒരു സാമ്പത്തിക അല്ലെങ്കിൽ വ്യാവസായിക ശക്തിക്കും സാധിക്കില്ല. അങ്ങനെ ശീതയുദ്ധത്തിൻ്റെ പാരമ്യകാലത്ത് ഉടലെടുത്ത ഈ പുതിയ വ്യോമ ഭീഷണിയെ ചെറുക്കാൻ യൂറോപ്പിലെ വൻ വ്യോമശക്തികൾ ഒന്നിച്ച് പ്രവർത്തിക്കാൻ വേണ്ടി തീരുമാനിച്ചു. സോവിയറ്റ് യൂണിയന്റെ ഈ അത്യാധുനിക യുദ്ധവിമാനങ്ങളെ ഫലപ്രദമായി നേരിടാനായി 4ാം തലമുറയിൽപ്പെട്ട പൊതുവായ ഒരൊറ്റ യൂറോപ്യൻ യുദ്ധവിമാനം എല്ലാ യൂറോപ്യൻ രാജ്യങ്ങൾക്കുമായി സംയുക്തമായി വികസിപ്പിക്കുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. അങ്ങനെ 1983ഓടെ ബ്രിട്ടനിൽ നിന്നും ബ്രിട്ടീഷ് എയറോസ്പേസും, പശ്ചിമ ജർമ്മനിയിൽ നിന്ന് MBB, ഫ്രാൻസിൽ നിന്ന് ദസോ ഏവിയേഷൻ, ഇറ്റലിയെ പ്രതിനിധീകരിച്ച് അരിറ്റാലിയ, സ്പെയിനിൻ്റെ ക്യാസ എന്നീ സൈനിക വിമാന നിർമ്മാതാക്കൾ കൈകോർത്ത് ഫ്യൂച്ചർ യൂറോപ്യൻ ഫൈറ്റർ എയർക്രാഫ്റ്റ് എന്ന പദ്ധതിക്ക് തുടക്കമിട്ടു. എന്നാൽ ഒരു വലിയ യൂറോപ്യൻ കൂട്ടായ്മയായി തുടങ്ങിയ ഈ സ്വപ്നം രാജ്യങ്ങൾ തമ്മിലുള്ള രാഷ്ട്രീയ മത്സരങ്ങളും തന്ത്രപരമായ വ്യത്യാസങ്ങളും വ്യവസായ താല്പര്യങ്ങളും കാരണം പിന്നീട് തകരുകയും ചെയ്തു. വിമാനത്തിൻ്റെ അടിസ്ഥാന രൂപകൽപ്പനയായ കനാഡ് ഡെൽറ്റ വിങ് ഡിസൈനിൽ എല്ലാ രാജ്യങ്ങളും യോജിച്ചുവെങ്കിലും പ്രധാനപ്പെട്ട പല കാര്യങ്ങൾ രാജ്യങ്ങൾ തമ്മിൽ വലിയ തർക്കങ്ങൾ തന്നെ ഉടലെടുത്തു. ബ്രിട്ടീഷ് സേനയ്ക്കും ജർമ്മനിക്കും ആവശ്യമായിരുന്നത് ഭാരമേറിയ വളരെ ഉയർന്ന ആൾട്ടിറ്റ്യൂഡിൽ പറന്ന് ശത്രു വിമാനങ്ങളെ തകർക്കാൻ ശേഷിയുള്ള ഒരു എയർ സുപ്പീരിയോറിറ്റി ഫൈറ്റർ ആയിരുന്നു. എന്നാൽ ഫ്രാൻസിന് ഫ്രഞ്ച് നാവികസേനയുടെ വിമാനവാഹിനി കപ്പലുകളിൽ നിന്നും പറന്നുയരാനും തിരിച്ചിറങ്ങാനും കൂടി സാധിക്കുന്ന ഭാരം കുറഞ്ഞ വിമാനമായിരുന്നു ആവശ്യം. ഇതിന് അധിക ചെലവും ഗവേഷണവും ആവശ്യമായി വന്നിരുന്നു. കൂടാതെ ഫ്രാൻസിലെ പ്രമുഖ വിമാന നിർമ്മാതാക്കളായ ദസോ ഏവിയേഷൻ കമ്പനിയുടെ തലവൻ മാർസൽ ദസോ പദ്ധതിയുടെ മൊത്തത്തിലുള്ള ഡിസൈൻ മേധാവിത്വവും 50% ഉൽപാദന വിഹിതവും ഫ്രാൻസിന് വേണമെന്ന് ആവശ്യപ്പെട്ടു. എന്നാൽ സ്വന്തമായി മികച്ച വിമാന സാങ്കേതിക വിദ്യയും ഡിസൈനും കൈവശമുണ്ടായിരുന്ന ബ്രിട്ടൻ ഈ ആവശ്യം അംഗീകരിച്ചില്ല. ഫ്യൂച്ചർ യൂറോപ്യൻ ഫൈറ്റർ എയർക്രാഫ്റ്റിൽ ഉപയോഗിക്കാൻ നിശ്ചയിച്ച ജെറ്റ് എഞ്ചിൻ്റെ കാര്യത്തിലും ഫ്രാൻസിനും മറ്റ് യൂറോപ്യൻ പങ്കാളികൾക്കുമിടയിൽ തർക്കങ്ങൾ ഉടലെടുത്തു. വിമാനത്തിൻ്റെ എഞ്ചിനായി ഫ്രാൻസിൽ നിർമ്മിച്ച സ്നെഗ്മ M88 എഞ്ചിൻ ഉപയോഗിക്കണമെന്ന് ഫ്രാൻസ് വാദിച്ചപ്പോൾ ഭാരമേറിയ ഒരു വ്യോമാധിപത്യ യുദ്ധവിമാനത്തിന് സ്നെഗ്മ എഞ്ചിൻ്റെ പവർ തികയില്ലെന്നും കൂടുതൽ കരുത്തുറ്റ RB199, അതായത് പിന്നീട് യൂറോജെറ്റ് EJ200 മാറിയ എഞ്ചിൻ തന്നെ ഉപയോഗിക്കണമെന്നും ബ്രിട്ടനും ജർമ്മനിയും നിർബന്ധം പിടിച്ചു. 1985 ഓഗസ്റ്റിൽ ഇറ്റലിയിലെ ടൂറിനിൽ നടന്ന യൂറോപ്യൻ പ്രതിരോധ മന്ത്രിമാരുടെ ഉച്ചകോടിയിൽ കാര്യങ്ങൾ കൈവിട്ടുപോയി. പ്രധാനമായും ഫ്രാൻസിൻ്റെ വിമാനവാഹിനിയിൽ നിന്നും ഉപയോഗിക്കാൻ കഴിയുന്ന യുദ്ധവിമാനം വേണം എന്ന ആവശ്യവും ബാക്കി രാജ്യങ്ങളുടെ വ്യോമാധിപത്യ ആവശ്യങ്ങളും ഒരേ വിമാനത്തിൽ കൊണ്ടുവരാൻ കഴിയില്ലെന്ന് ബോധ്യപ്പെട്ടതോടെ ഫ്രാൻസ് ഈ സംയുക്ത പദ്ധതിയിൽ നിന്ന് ഔദ്യോഗികമായി പിന്മാറി. ഈ വേർപിരിയിൽ നിന്നാണ് ഇന്ന് ലോകത്തിലെ ഏറ്റവും മികച്ച 4.5 തലമുറ യുദ്ധവിമാനങ്ങളായ ദസോൾട്ട് റഫാലും യൂറോഫൈറ്റർ ടൈഫൂണും പിറവിയെടുത്തത്. ഫ്രാൻസ് സ്വന്തമായി വിമാനം നിർമ്മിക്കാൻ തീരുമാനിക്കുകയും
തങ്ങളുടെ ACX പ്രൊജക്റ്റിലൂടെ ദസാൾട്ട് റഫാൽ വികസിപ്പിക്കുകയും ചെയ്തു. ബാക്കിയുള്ള 4 രാജ്യങ്ങൾ, അതായത് ബ്രിട്ടൻ, ജർമ്മനി, ഇറ്റലി, സ്പെയിൻ എന്നിവ ചേർന്ന് 1986 മ്യൂണിക്കിൽ യൂറോഫൈറ്റർ രൂപീകരിച്ച് യൂറോഫൈറ്റർ തൈഫൂൺ നിർമ്മിക്കുകയും ചെയ്തു. ഒരേ ഗവേഷണത്തിൽ നിന്നും ഡിസൈനിൽ നിന്നും ഉത്ഭവിച്ചതായതുകൊണ്ട് തന്നെ ഒറ്റ നോട്ടത്തിൽ റഫാലും തൈഫൂണും ഒരേപോലെ തന്നെ തോന്നും. 2 വിമാനങ്ങൾക്കും ഇരട്ട എഞ്ചിനുകൾ, കനാഡ് ഡെൽറ്റ ചിറകുകൾ, അത്യാധുനിക ഡിജിറ്റൽ ഫ്ലൈ ബൈ വയർ സംവിധാനങ്ങൾ എന്നിവയുമുണ്ട്. എങ്കിലും ഇവയുടെ ദൗത്യങ്ങൾ വ്യത്യസ്തമാണ്. ദസാൾട്ട് റഫാൽ വിമാനവാഹിനി കപ്പലുകളിൽ നിന്നടക്കം ഏത് തരത്തിലുള്ള ദൗത്യങ്ങളും ഒരേപോലെ ചെയ്യാൻ കഴിയുന്ന മികച്ച ഒരു ഓംനി റോൾ വിമാനമായി മാറിയപ്പോൾ യൂറോഫൈറ്റർ തൈഫൂൺ ആകാശ മേധാവിത്വത്തിനും അതിവേഗ കുതിപ്പിലും ഉയർന്ന ആൾട്ടിറ്റ്യൂഡിലുള്ള പോരാട്ടങ്ങൾക്കും നാറ്റോ സഖ്യത്തിൻ്റെ പ്രധാന വജ്രായുധമായി തന്നെ മാറി. ഇന്ത്യൻ വ്യോമസേനയുടെ ആധുനികവൽക്കരണത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ ചർച്ചയായ ഒന്നാണ് 126 മീഡിയം മൾട്ടി റോൾ കോമ്പാക്ട് എയർക്രാഫ്റ്റ് വാങ്ങാനുള്ള പദ്ധതി. എന്നാൽ സങ്കീർണമായ കരാർ നടപടികൾക്കൊടുവിൽ ഇന്ത്യക്ക് ആ പദ്ധതി ഉപേക്ഷിക്കേണ്ടി വന്നു. പകരം അടിയന്തരമായി 2016 ഫ്രാൻസിൽ നിന്നും ഇന്ത്യ 36 റഫാൽ യുദ്ധവിമാനങ്ങൾ നേരിട്ട് വാങ്ങാൻ കരാർ ഒപ്പിട്ടു. റഫാൽ വിമാനങ്ങൾ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് വലിയൊരു കരുത്ത് നൽകിയെന്നത് തർക്കമില്ലാത്ത കാര്യമാണ്. എന്നാൽ ഏകദേശം 7.87 ബില്യൺ യൂറോ, അതായത് ഏകദേശം 60,000 കോടിയിലധികം രൂപ ചെലവിട്ടാണ് ഈ 36 വിമാനങ്ങൾ ഇന്ത്യ സ്വന്തമാക്കിയത്. ഇത് വലിയ സാമ്പത്തിക പ്രതിസന്ധിക്കും രാഷ്ട്രീയ വിവാദങ്ങൾക്കും കാരണമായി. നിലവിൽ വ്യോമസേനയ്ക്ക് ആവശ്യമായ 42 സ്ക്വാഡ്രൺ കരുത്ത് തികയ്ക്കാൻ 36 റഫാലുകൾ കൊണ്ട് സാധിക്കില്ല. ഈ സാഹചര്യത്തിലാണ് പഴയ MMRCA പദ്ധതിയുടെ ചുവട് പിടിച്ച് 114 യുദ്ധവിമാനങ്ങൾ വാങ്ങാനുള്ള മൾട്ടി റോൾ ഫൈറ്റർ എയർക്രാഫ്റ്റ് പ്രൊജക്റ്റിലേക്ക് ഇന്ത്യ കടക്കുന്നത്. ഇവിടെയാണ് ബ്രിട്ടൻ, ജർമ്മനി, ഇറ്റലി, സ്പെയിൻ എന്നീ 4 യൂറോപ്യൻ രാജ്യങ്ങളുടെ കൂട്ടായ്മയായ യൂറോഫൈറ്റർ കൺസോർഷ്യം തങ്ങളുടെ അത്യാധുനിക വിമാനമായ യൂറോഫൈറ്റർ തൈഫൂൺ ഇന്ത്യക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. റഫാലിൻ്റെ അമിത ചിലവുകൾക്കും സാങ്കേതിക വിട്ടുവീഴ്ചയില്ലായ്മയ്ക്കും പകരക്കാരനായി മാത്രമല്ല, ആകാശ മേധാവിത്വത്തിൽ റഫാലിനേക്കാൾ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന ഇരട്ട എഞ്ചിൻ വജ്രായുധമായാണ് തൈഫൂൺ വിലയിരുത്തപ്പെടുന്നത്. റഫാലിനെ പോലെ തന്നെ ഡെൽറ്റ വിങ് വിത്ത് കനാഡ്സ് കോൺഫിഗറേഷനിലാണ് തൈഫൂണും ഉള്ളത്. വിമാനത്തിൻ്റെ ഭാരം കുറയ്ക്കാനും റഡാർ തരംഗങ്ങളെ ചെറുക്കാനും ഇതിൻ്റെ ശരീരഭാഗങ്ങൾ കാർബൺ ഫൈബർ കമ്പോസിറ്റുകൾ ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇരട്ട എഞ്ചിനുള്ള 4.5th ജനറേഷൻ വിമാനങ്ങളായ റഫാലും യൂറോഫൈറ്റർ തൈഫൂണും കടുത്ത എതിരാളികൾ തന്നെയാണ്. എന്നാൽ ആകാശ പോരാട്ടങ്ങളിലും കൈനമാറ്റിക് പെർഫോമൻസിലും തൈഫൂണിന് റഫാലിനേക്കാൾ വ്യക്തമായ മേൽക്കൈയുണ്ട്. റഫാലിൻ്റെ പരമാവധി വേഗത 1.8 മാക്ക് ആയിരിക്കുമ്പോൾ തൈഫൂൺ മാക്ക് 2.0, അതായത് മണിക്കൂറിൽ 2400 കിലോമീറ്ററിലധികം വേഗത കൈവരിക്കാൻ സാധിക്കുന്ന എയർക്രാഫ്റ്റാണ്. ആഫ്റ്റർ ബേണർ ഉപയോഗിക്കാതെ തന്നെ ശബ്ദത്തേക്കാൾ വേഗതയിൽ സഞ്ചരിക്കാനുള്ള സൂപ്പർ ക്രൂയിസ് ശേഷി ടൈഫൂണിൽ റഫാലിനേക്കാൾ വേഗത്തിലാണ്. അതുപോലെ തന്നെ കൂടുതൽ ഉയരം പോകാൻ തൈഫൂണിന് കഴിയും. തൈഫൂണിന് 55,000 അടിക്ക് മുകളിൽ വരെ ഉയർന്നു പറന്ന് ആക്രമണം നടത്താൻ സാധിക്കും. റഫാലിൻ്റെ പരമാവധി ഉയരം പറക്കാനുള്ള കഴിവ് എന്നത് 50,000 അടിയാണ്. ഹിമാലയൻ അതിർത്തി പ്രദേശങ്ങളിൽ, പ്രത്യേകിച്ചും വളരെ ഉയരത്തിൽ പറക്കേണ്ട സാഹചര്യങ്ങളിൽ ചൈനീസ് ഭീഷണികളെ ചെറുക്കാൻ ഇത് വളരെ നിർണായകമാണ്. അടുത്തത് തൈഫൂണിൽ ഉപയോഗിച്ചിരിക്കുന്ന 2 യൂറോജെറ്റ് EJ200 എഞ്ചിനുകളാണ്. റഫാലിലെ സ്നെഗ്മ M88 എഞ്ചിനുകളെക്കാൾ കൂടുതൽ കരുത്തുറ്റവയാണിത്. തൈഫൂണിൻ്റെ ഉയർന്ന ത്രസ്റ്റ് ടു വെയിറ്റ് റേഷ്യോ വിമാനത്തിന് അതിവേഗം മുകളിലേക്ക് കുതിച്ചു വരാനും ഡോഗ് ഫൈറ്റുകളിൽ പെട്ടെന്ന് തിരിയാനുമുള്ള ശേഷി നൽകുന്നുണ്ട്. തൈഫൂണിൻ്റെ പുതിയ ട്രാൻസ്ഫോർ പതിപ്പിലെ റഡാർ ഒരു റൊട്ടേറ്റിംഗ് ഫീൽഡിലാണ് പ്രവർത്തിക്കുന്നത്. ഇതിലൂടെ റഫാലിൻ്റെ ഫിക്സഡ് റഡാറിനേക്കാൾ ഈ വീതിയേറിയ ഒരു 120 ഡിഗ്രി വ്യൂവിലൂടെ ശത്രു വിമാനങ്ങളെ നിരീക്ഷിക്കാനും മിസൈലുകൾ ഗൈഡ് ചെയ്യാനും സാധിക്കുന്നു. 2 വിമാനങ്ങളും മെറ്റീരിയോർ BVR മിസൈലുകൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഉയർന്ന വേഗതയിലും ഉയരത്തിലും പറന്ന് മിസൈൽ തൊടുക്കാൻ സാധിക്കുന്നതിനാൽ തൈഫൂണിൽ നിന്ന് തൊടുക്കുന്ന മെറ്റീരിയോർ മിസൈലുകൾക്ക് റഫാലിൽ നിന്നുള്ളതിനേക്കാൾ കൂടുതൽ കൈനമാറ്റിക് എനർജിയും ദൂരപരിധിയും ലഭിക്കും. യൂറോ കൺസോർഷ്യം മുന്നോട്ട് വെച്ച ഏറ്റവും വലിയ ഓഫർ പക്ഷേ EJ200 ജെറ്റ് എഞ്ചിനായിരുന്നു. ഇന്ത്യൻ വ്യോമസേനയുടെ നവീകരണ ചർച്ചകളിൽ വിമാനങ്ങളുടെ എയർ ഫ്രെയിമുകൾക്കും റഡാറുകൾക്കും കൊടുക്കുന്ന അത്രയും തന്നെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് അവയ്ക്ക് കരുത്തു പകരുന്ന എഞ്ചിനുകൾ. മൾട്ടി റോൾ ഫൈറ്റർ എയർക്രാഫ്റ്റ്
മത്സരരംഗത്ത് യൂറോ ഫൈറ്റർ ടൈഫൂൺ മുന്നോട്ട് വെക്കുന്ന ഏറ്റവും ശക്തമായ ആയുധം അതിൻ്റെ വിമാനശേഷി മാത്രമല്ല, അതിലുപയോഗിക്കുന്ന യൂറോ EJ200 എന്ന അത്യാധുനികമായ ടർബോഫാൻ എഞ്ചിൻ കൂടി ഉൾപ്പെടുന്ന സമഗ്രമായ സാങ്കേതികവിദ്യ കൈമാറ്റ വാഗ്ദാനമാണ്. യൂറോ കൺസോർഷ്യം മുന്നോട്ട് വെച്ച ഏറ്റവും വലിയ ഓഫർ പക്ഷേ EJ200 ജെറ്റ് എഞ്ചിനായിരുന്നു. ഇന്ത്യൻ വ്യോമസേനയുടെ നവീകരണ ചർച്ചകളിൽ വിമാനങ്ങളുടെ എയർ ഫ്രെയിമുകൾക്കും റഡാറുകൾക്കും കൊടുക്കുന്ന അത്രയും തന്നെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് അവയ്ക്ക് കരുത്തു പകരുന്ന എഞ്ചിനുകൾ. മൾട്ടി റോൾ ഫൈറ്റർ എയർക്രാഫ്റ്റ് രംഗത്ത് യൂറോ ഫൈറ്റർ ടൈഫൂൺ മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും ശക്തമായ ആയുധം അതിൻ്റെ വിമാനശേഷി മാത്രമല്ല, അതിലുപയോഗിക്കുന്ന യൂറോജെറ്റ് EJ200 എന്ന അത്യാധുനികമായ ടർബോഫാൻ എഞ്ചിൻ ഉൾപ്പെടുന്ന സമഗ്രമായ സാങ്കേതികവിദ്യ കൈമാറ്റ വാഗ്ദാനമാണ്. 5ാം തലമുറ യുദ്ധവിമാന പദ്ധതിയുമായി മുന്നോട്ട് പോകുന്ന ഇന്ത്യക്ക് യൂറോ കൺസോർഷ്യം മുന്നോട്ട് വെക്കുന്ന EJ200 എഞ്ചിൻ ഓഫർ വെറുമൊരു വാങ്ങൽ കരാർ മാത്രമല്ല, മറിച്ച് ഇന്ത്യയുടെ ദീർഘകാല പ്രതിരോധ സ്വയം പര്യാപ്തതയിലേക്കുള്ള ഒരു തന്ത്രപ്രധാന വഴികാട്ടി കൂടിയാണ്. ഇനി എന്താണ് യൂറോജെറ്റ് EJ200 എഞ്ചിൻ്റെ പ്രത്യേകത എന്ന് കൂടി നോക്കാം. ബ്രിട്ടൻ്റെ റോൾസ് റോയ്സ്, ജർമ്മനിയുടെ MTU എയ്റോ എഞ്ചിൻസ്, ഇറ്റലിയുടെ ആവിയോ, സ്പെയിനിൻ്റെ ITP എന്നീ മുൻനിര വ്യോമയാന കമ്പനികൾ ചേർന്ന് രൂപീകരിച്ച യൂറോജെറ്റ് ടർബോ അഥവാ യൂറോജെറ്റ് ടർബോ GmbH നിർമ്മിച്ച 4ാം തലമുറ ആഫ്റ്റർ ബേണിംഗ് ടർബോഫാൻ എഞ്ചിനാണ് EJ200. ഒരു അത്യാധുനിക യുദ്ധവിമാന എഞ്ചിന് ആവശ്യമായ എല്ലാ ഘടകങ്ങളും സമ്മേളിക്കുന്ന ഒന്നാണ് EJ200. ആഫ്റ്റർ ബേണർ ഉപയോഗിച്ച് അധിക ഇന്ധനം ചെലവഴിക്കാതെ തന്നെ വിമാനത്തിന് ശബ്ദത്തേക്കാൾ വേഗത്തിൽ, അതായത് സൂപ്പർസോണിക് സ്പീഡിൽ തുടർച്ചയായി പറക്കാൻ വഴിയൊരുക്കുന്നുണ്ട്. ഡിജിറ്റൽ എഞ്ചിൻ കൺട്രോൾ ആൻഡ് മോണിറ്ററിംഗ് യൂണിറ്റ് വഴി എഞ്ചിൻ്റെ പ്രവർത്തനം പൂർണ്ണമായും കമ്പ്യൂട്ടർവൽക്കരിക്കുകയും ചെയ്യുന്നുണ്ട്. MRFA ടെൻഡറിൻ്റെ ഭാഗമായി യൂറോ ഫൈറ്റർ ടൈഫൂണിനോടൊപ്പം EJ200 എഞ്ചിൻ്റെ പൂർണ്ണ നിർമ്മാണ അവകാശവും സാങ്കേതിക വിദ്യയും ഇന്ത്യക്ക് കൈമാറാമെന്ന് യൂറോജെറ്റ് സഖ്യം ഔദ്യോഗികമായി വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഈ ഓഫറിൻ്റെ പ്രധാന സവിശേഷതകൾ ചെക്ക് ചെയ്യുമ്പോൾ 100% സാങ്കേതിക വിദ്യ കൈമാറ്റവും തദ്ദേശീയ നിർമ്മാണവുമാണ് ഇവർ ഈ ഓഫറിൻ്റെ ഭാഗമായി ഇന്ത്യക്ക് നൽകിയിരിക്കുന്നത്. എഞ്ചിൻ ഇന്ത്യയിൽ വാങ്ങിക്കൂട്ടുക മാത്രമല്ല, ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡുമായി ചേർന്ന് EJ200 എഞ്ചിനുകൾ ഇന്ത്യയിൽ തന്നെ പൂർണ്ണമായി നിർമ്മിക്കാനുള്ള സാങ്കേതികവിദ്യ കൈമാറ്റം എന്ന് അവർ ഉറപ്പു നൽകുന്നു. യുദ്ധവിമാന എഞ്ചിനുകളിൽ ഏറ്റവും സങ്കീർണമായ ഹോട്ട് സെക്ഷൻ സാങ്കേതിക വിദ്യയും സിംഗിൾ ക്രിസ്റ്റൽ ടർബൈൻ ബ്ലേഡ് നിർമ്മാണ സാങ്കേതിക വിദ്യയും ഇന്ത്യക്ക് കൈമാറാൻ യൂറോജെറ്റ് തയ്യാറാണ്. അതുപോലെ തന്നെ ഇന്ത്യയുടെ ഭാവി ആവശ്യങ്ങൾക്കനുസരിച്ച് എഞ്ചിൻ്റെ കരുത്ത് കൂട്ടാനോ മാറ്റങ്ങൾ വരുത്താനോ ഉള്ള സ്വാതന്ത്ര്യവും ഇന്ത്യക്ക് ലഭിക്കും. ഇന്ത്യൻ വ്യോമസേന നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിലൊന്ന് സ്വന്തമായി കരുത്തുറ്റ ഒരു ജെറ്റ് എഞ്ചിൻ വികസിപ്പിച്ചെടുക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. കാവേരി എഞ്ചിൻ പ്രോജക്റ്റ് നേരിട്ട തിരിച്ചടികൾ ഇതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. നിലവിൽ ഇന്ത്യയുടെ തദ്ദേശീയ പദ്ധതികളായ തേജസ് Mk1A, തേജസ് Mk2, AMCA എന്നിവ അമേരിക്കൻ കമ്പനിയായ ജനറൽ ഇലക്ട്രിക്കിൻ്റെ GEF404 അല്ലെങ്കിൽ GEF414 എഞ്ചിനുകളാണ് പ്രധാനമായും ആശ്രയിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് EJ200 ഓഫർ ഇന്ത്യക്ക് ഇത്രയധികം നിർണായകമാകുന്നത്. നിലവിൽ GEF414 എഞ്ചിനുകളെ അമിതമായി ആശ്രയിക്കുന്നത് ഭാവിയിൽ തന്ത്രപരമായ ഉപരോധങ്ങളോ ഭൗമരാഷ്ട്ര സമ്മർദ്ദങ്ങളോ ഉണ്ടായാൽ അമേരിക്കയെ പോലുള്ള രാജ്യങ്ങളുടെ ഭീഷണിയായി മാറിയേക്കാം. നിലവിൽ GEF414 എഞ്ചിനുകളെ അമിതമായി ആശ്രയിക്കുന്നത് ഭാവിയിൽ തന്ത്രപരമായ ഉപരോധങ്ങളോ അല്ലെങ്കിൽ ഒരു ഭൗമരാഷ്ട്രീയ സമ്മർദ്ദമോ ഉണ്ടായാൽ ഒരു ഭീഷണിയായി മാറാം. യൂറോപ്യൻ സഖ്യത്തിൽ നിന്നുള്ള EJ200 ഒരു മികച്ച ബദലായി തന്നെ മാറാൻ സാധിക്കും. ഇന്ത്യയുടെ 5ാം തലമുറ സ്റ്റെൽത്ത് ഫൈറ്ററായ AMCAയുടെ 2ാം ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ കരുത്തുള്ള പുത്തൻ എഞ്ചിൻ സംയുക്തമായി വികസിപ്പിച്ചെടുക്കാൻ ഇന്ത്യ പദ്ധതിയിടുന്നുണ്ട്. റോൾസ് റോയ്സ് അവരുടെ EJ200 എഞ്ചിൻ സാങ്കേതികവിദ്യ അടിസ്ഥാനമാക്കി ഇന്ത്യക്കായി ഒരു പുതിയ എഞ്ചിൻ പൂർണ്ണമായി ഇന്ത്യയിൽ തന്നെ രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ച് നൽകാമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുമുണ്ട്. ലഡാക്ക്, അരുണാചൽ പ്രദേശ് തുടങ്ങിയ ഉയർന്ന മലനിരകളിൽ തണുത്തതും വായുവിൻ്റെ സാന്ദ്രത കുറഞ്ഞതുമായ അന്തരീക്ഷത്തിൽ അതിവേഗം ടേക്ക് ഓഫ് ചെയ്യാനും ഉയർന്ന പെർഫോമൻസ് നിലനിർത്താനും EJ200 എഞ്ചിൻ്റെ ഉയർന്ന ത്രസ്റ്റ് ടു വെയ്റ്റ് റേഷ്യോ സഹായിക്കുകയും ചെയ്യും. റഫാൽ കരാറിൽ ഫ്രാൻസ് നൽകിയ വിമാനങ്ങൾ മികച്ചതാണെങ്കിലും അവരുടെ സ്നെഗ്മ M88 എഞ്ചിൻ്റെ സാങ്കേതിക വിദ്യയോ നിർമ്മാണ അവകാശമോ ഇതുവരെ ഇന്ത്യക്ക് ലഭിച്ചിട്ടില്ല. എന്നാൽ യൂറോ കൺസോർഷ്യം മുന്നോട്ട് വയ്ക്കുന്ന EJ200 എഞ്ചിൻ ഓഫർ ഇന്ത്യയുടെ ആത്മനിർഭർ ഭാരത് ലക്ഷ്യങ്ങളുടെ തികച്ചും അനുയോജ്യമായ ഒരു ഓഫറാണ്.
യൂറോഫൈറ്റർ ടൈഫൂൺ വാങ്ങുക എന്നതിനപ്പുറം EJ-200 എഞ്ചിനിലൂടെ ലഭിക്കുന്ന സാങ്കേതികവിദ്യ കൈമാറ്റമാണ് ഇന്ത്യക്ക് സ്വന്തമായി ഒരു എഞ്ചിൻ നിർമ്മാണ ആവാസ വ്യവസ്ഥ, ഒരു എഞ്ചിൻ നിർമ്മാണ എക്കോസിസ്റ്റം കെട്ടിപ്പടുക്കാൻ സഹായിക്കുന്നത്. ഭാവിയിൽ സ്വന്തമായി തദ്ദേശീയ എഞ്ചിനുകൾ നിർമ്മിക്കാൻ ഇന്ത്യയെ പ്രാപ്തമാക്കുന്ന ഒരു തന്ത്രപ്രധാന നാഴികക്കല്ലായി ഈ ഓഫർ മാറുമായിരുന്നു. ആശാവഹമായ കാര്യമെന്തെന്നാൽ 114 യുദ്ധവിമാനങ്ങൾ വാങ്ങാൻ തയ്യാറെടുക്കുന്ന MRFA പദ്ധതിയിൽ ടൈഫൂണും പരിഗണിക്കപ്പെടുന്നുണ്ട് എന്നതാണ്. എന്നാൽ ഇന്ത്യൻ വ്യോമസേന നിലവിൽ ഉപയോഗിക്കുന്നതും ഇന്ത്യൻ നാവികസേന വിക്രാന്തിനായി ഓർഡർ നൽകിയതും റഫാൽ ആയതിനാൽ ഈ പദ്ധതിയിൽ കുറച്ചുകൂടി മുൻതൂക്കം റഫാലിനായിരിക്കും എന്നാണ് പ്രതിരോധ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്.